തൃശൂർ വടക്കാഞ്ചേരിയിൽ അച്ഛനും മകനും വെട്ടേറ്റു. തിരുത്തിപ്പറമ്പ് കനാൽ പരിസരത്ത് വെച്ചാണ് മോഹനൻ, മകൻ ശ്യാം എന്നിവർക്ക് വെട്ടേറ്റത്. ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രതീഷ്, ശ്രീജിത്ത് തരവൂർ എന്നിവരാണ് വെട്ടിയത്. വിവരങ്ങളുമായി ശരത് തോങ്ങല്ലൂർ കൂടി ചേരുന്നുണ്ട്. ശരത്, എന്താണ് സംഭവിച്ചത്? 8 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വടക്കാഞ്ചേരിയിലുള്ള 34-ാം വാർഡിലെ തിരുത്തിപ്പറമ്പ് കനാൽ പാലം പരിസരത്ത് വെച്ചാണ് ഇത്തരത്തിൽ അച്ഛനും മകനും വെട്ടേറ്റത്. അച്ഛൻ മോഹനൻ, മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. ഇത് വെട്ടിയിട്ടുള്ളത് മണികണ്ഠൻ എന്ന് വിളിക്കുന്ന രതീഷ്, അതുപോലെ തന്നെ ശ്രീജിത്ത് അരവൂർ എന്നിവരാണ് വെട്ടിയിട്ടുള്ളത്. ദൃശ്യങ്ങൾ വ്യക്തമാണ് കാര്യങ്ങള്. ഇവരുടെ വീട്ടിലെത്തിയിട്ടാണ്, മോഹന്റെയും ശ്യാമിന്റെയും വീട്ടിലെത്തിയിട്ടാണ് ഇത്തരത്തിലൊരു അക്രമി സംഘം ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലൊരു അതിക്രമം ചെയ്തിട്ടുള്ളത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് രതീഷ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. കാപ്പ കേസ് ചുമത്താൻ, ഒരു കേസ് കൂടി ഉണ്ടെങ്കിൽ കാപ്പ കേസ് ചുമത്താൻ സാധ്യതയുള്ള ഒരു കുറ്റവാളിയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഇവർ ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തിയത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് സംഘം അന്വേഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വർഷ, ശരത്ത്, ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടോ? മാത്രമല്ല, ഇവരെ അറസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? നിലവില് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായ, കസ്റ്റഡിയിലായതോ ആയ ആളുകളെ കുറിച്ച് നമുക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് കസ്റ്റഡിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിട്ടില്ല. പോലീസോട് ഈ കാര്യം സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ 2 പേരാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇവരെ പിടികൂടുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇവരുണ്ടോ എന്ന കാര്യത്തിനകത്ത് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. വർഷ, ഈ മുൻപും ഈ വീട്ടുകാർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണ ശ്രമം ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? ഇത്തരത്തിലെ വീട്ടുകാർക്ക് നേരെ അതിക്രമം ഉണ്ടായതായിട്ട് അറിവില്ല. എന്നാൽ ഈ രതീഷ് എന്ന് പറയുന്നത് പ്രദേശത്ത് ഒരു കുറ്റകൃത്യങ്ങൾ നിരന്തരമായി ഇടപെടുന്ന, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾക്ക് നിരന്തരമായിട്ട് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ശല്യം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വീട്ടുകാർക്ക് നേരെ, ഈ മോഹനൻ, മകൻ ശ്യാം എന്നിവരടങ്ങിയ വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് എന്തെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്നുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് വിവരമൊന്നും ലഭ്യമല്ല. എന്തായാലും പരിക്കേറ്റ ഈ 2 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വർഷ, ശരി. തൃശൂർ വടക്കാഞ്ചേരിയിലാണ് അച്ഛനും മകനും നേരെ വെട്ടേറ്റിരിക്കുന്നത്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. പ്രതികളെ പിടിക്കാനുള്ള നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. ഇവരുകളാണ് ശരത് തോങ്ങല്ലൂർ നൽകിയത്.